ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പകുതി ഇറച്ചിയും പകുതി എല്ലുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ടും നന്നായിട്ട് കഴുകി വേറെ വേറെ എടുത്ത് വയ്ക്കുക. ഇറച്ചിയും എല്ലും വേറെ വേറെ വേവിച്ചാലേ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഒരു പാത്രത്തിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല എന്നിവ എടുക്കുക. പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ചൂടാക്കുക. ഇവ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലിലോട്ടും ഇറച്ചിയിലോട്ടും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിനുവേണ്ടി സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് നീളത്തിൽ കീറി എടുക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞത്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കടുക് പൊട്ടിച്ച് ഓരോന്നായിട്ട് അതിലോട്ട് ഇടുക. അല്പം ഉപ്പും കൂടെ ചേർത്ത് വേണം വഴറ്റാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മസാലപ്പൊടി ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ഒരു കുക്കറിലോട്ട് ഇടുക. അതിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയിൽ വറുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേവിക്കാനുള്ള കപ്പ റെഡിയാക്കാം. കപ്പ പൊളിച്ച് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. നുറുക്കിയ കപ്പ ഒന്നുകൂടി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പയിൽ ചേർക്കാനുള്ള തേങ്ങ റെഡിയാക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയെടുക്കുക. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. അതിലേക്ക് തേങ്ങ ചേർക്കുക. ഉള്ളി, മുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് വറുത്തെടുക്കുക. വറുത്ത തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. വെച്ചിരിക്കുന്ന കപ്പ നമ്മൾ അല്പം വലിയൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നത്. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങായ, വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, വേവിച്ച എല്ല്, ഇറച്ചി എന്നിവ ഇതിലോട്ട് ചേർത്ത് ഒരു 15 മിനിറ്റ് അടുപ്പിൽ ചൂടാകാൻ വേണ്ടി വയ്ക്കുക. കപ്പ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇറച്ചിയും എല്ലും നന്നായിട്ട് യോജിപ്പിക്കുക. കുറച്ച് കറിവേപ്പില നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അത് നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന കപ്പയുടെ മുകളിലോട്ട് വിതറുകയാണ്. നല്ലൊരു സ്വാദ് കിട്ടാൻ വേണ്ടി നമ്മൾ അല്പം പച്ച വെളിച്ചെണ്ണ കൂടി കപ്പയുടെ മുകളിൽ ഒഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലും കപ്പയും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലിൻ കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു സാലഡ് കൂടി റെഡിയാക്കാം. അതിനുവേണ്ടി സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കുക്കുംബർ, ഉപ്പ്, തൈര് എന്നിവ ചേർത്ത് എടുക്കുക. സ്വാദിഷ്ടമായ സാലഡ് റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി അച്ചാറിനും സാലഡിനുമൊപ്പം നമുക്ക് ആസ്വദിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ.